നമസ്കാരം. സംഗീത ആരാധന, ഹോളി ഹാർവസ്റ്റിനെ കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ തവണ നടത്തിയ ഹോളി ഹാർവസ്റ്റ് എന്ന ആരാധന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. വ്യത്യസ്ത ചിന്തകളായിരുന്നു കൂടിയിരുന്നവർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് ഈ ശുശ്രൂഷ എന്നൊക്കെ. പലരൊക്കെ വിചാരിച്ചു ഇതൊരു ഡിന്നർ പാർട്ടിയാണെന്ന് കരുതിയവരുണ്ടാകാം. ചിലർ വിചാരിച്ചു എന്തോ ഒരു പ്രോഗ്രാം, ഫ്യൂഷൻ പ്രോഗ്രാമോ മറ്റെന്തൊക്കെയാണെന്ന് കരുതി. പക്ഷേ വന്ന് ചേർന്നവർക്ക് മനസ്സിലായി ഇത്രത്തോളം മനോഹരമായ ഒരു ആത്മീയ ശുശ്രൂഷ മറ്റൊരിടത്തും കിട്ടാനില്ല എന്നാണ്. ഞാൻ ആഗ്രഹിച്ച പോലെ എല്ലാം എത്തിയിട്ടില്ല, ന്യൂനതകൾ ഒത്തിരിയുണ്ട്. എന്നാൽ ഇതൊരു ജാം സെക്ഷനായിരുന്നു, ഒരു തുടക്കം മാത്രമായിരുന്നു. കുറവുകളൊക്കെ മനസ്സിലാക്കി നമുക്കിനിയും ഈ വർഷം 2 ശുശ്രൂഷ കൂടി നമുക്ക് വലിയ രീതിയിൽ നടത്തേണ്ടതുണ്ട്. അതടുത്ത സ്ഥലം എവിടെയാണെന്നും അടുത്ത രീതി എങ്ങനെയാണെന്നും അതൊക്കെ നമുക്ക് ആലോചിക്കാം, വരുന്ന വഴിയിൽ അത് അറിയിക്കുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് അതല്ല. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചെറിയ ചെറിയ സെക്ഷൻസ് താല്പര്യമുള്ള ഇടങ്ങളിൽ നടത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ലഘുവായ ബഡ്ജറ്റിൽ, ലഘുവായ രീതിയിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കൊപ്പം ഒരുമിച്ച് കൂടി വളഞ്ഞിരുന്ന് കുറേ ഗാനങ്ങളൊക്കെ പാടി ആരാധിക്കുന്ന ഒരു ശുശ്രൂഷ താല്പര്യമുള്ളവർ ക്ഷണിക്കണം കേട്ടോ. നിങ്ങളുടെ സഭയിൽ അങ്ങനെ നടത്തണമെന്നുണ്ടെങ്കിൽ പോലും ഞാനും റെഡിയാണ്, നിങ്ങളും റെഡിയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നടത്താം. പിന്നെ നമ്മുടെ വീടുകളുടെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ സെഷൻസ് നടത്താം. സന്തോഷം, ഒരുമിച്ചൊരു കൂട്ടായ്മ. ഇതൊക്കെ എൻ്റെ ശുശ്രൂഷയിൽ, സഭയുടെ ശുശ്രൂഷയിൽ നിന്ന് കിട്ടുന്ന ഇടവേളകളിൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇട ദിവസങ്ങളായിരിക്കാം. ശനി ഞായറാഴ്ചയോ മറ്റു വെള്ളിയാഴ്ച ബുധനാഴ്ച ഒന്നും നടക്കത്തില്ല. എനിക്ക് കിട്ടുന്നത് ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ ഒരു ദിവസം മാത്രമാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ദിവസങ്ങൾ നമുക്ക് എവിടെയെങ്കിലും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണേ. പിന്നെന്താ പറയുന്നത്, മാത്രമല്ല ഈ ഹോളി ഹാർവസ്റ്റ് എന്ന് പറയുന്നത് ഭാവിയിലത്തെ ഒരു അറിയപ്പെടുന്ന ഒരു ചാനലായി മാറ്റപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വെബ് ടി വി, വെറും ഒരു യൂട്യൂബ് ചാനലല്ല, ഫേസ്ബുക്ക് ചാനലല്ല, വെബ് ടി വി ആയിട്ട് മാറ്റണമെന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മീയ പ്രോഗ്രാമുകൾ ചെയ്യാനായിട്ട് തുടർന്നും ആഗ്രഹിക്കുകയാണ്. നിലവിൽ FLBFM എന്ന റേഡിയോ സ്റ്റേഷനുണ്ട്. അതിപ്പോൾ ഓഡിയോ മാത്രമല്ല വീഡിയോ സ്റ്റേഷനായിട്ടും മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ FLBFM റേഡിയോ സ്റ്റേഷൻ ഹോളി ഹാർവസ്റ്റ് എന്ന ഈ TV ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വിവിധ പ്രോഗ്രാമുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേതായിട്ട് സാക്ഷ്യങ്ങളാണ് ഞാൻ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ലഭിച്ച സാക്ഷ്യങ്ങൾ, ആത്മീയമായി ദൈവം തന്ന സാക്ഷ്യങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായിട്ട് നിങ്ങളെ സന്ധിക്കുകയും നിങ്ങളോടൊപ്പം ചേർന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു സംഗീത ശുശ്രൂഷ. അതൊരു ഇൻ്റർവ്യൂ പോലെയാണ്, അഭിമുഖം പോലെ. അത് വീട്ടിൽ വെച്ച്, ഓരോരുത്തരുടെ വീട്ടിൽ വെച്ച് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകളിലൂടെ മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ മറ്റുള്ളവർക്ക് സാക്ഷ്യമായി തീരട്ടെ, നമുക്ക് ജീവിക്കാനുള്ള പ്രേരണയായി തീരട്ടെ, നമ്മളെ ആത്മീയത വർദ്ധിക്കുവാനായിട്ടുള്ള ഓരോരോ പരിശ്രമങ്ങളായി തീരട്ടെ എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും എന്നോട് പങ്കുചേരുക. ഈ ഹോളി ഹാർവസ്റ്റ് മ്യൂസിക് ടീമിനോടൊപ്പം പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എന്നോട് പങ്കുചേരുക. അത് ഒരുപക്ഷെ നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റ് പ്ലെയേഴ്സ് ആവാം, നിങ്ങൾ പാടുന്നവരായിരിക്കാം, ടെക്നിക്കൽ സപ്പോർട്ട്, മറ്റു കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട്, ഓഡിയോ എഞ്ചിനീയറിംഗ് സപ്പോർട്ട്, സ്റ്റേജ്, മറ്റ് ആർട്ട് സപ്പോർട്ട്, ഇങ്ങനെ എന്ത് രീതിയിലാവട്ടെ, അല്ലെങ്കിൽ ഒരു സാധാരണ ജനമാകട്ടെ, മോട്ടിവേഷൻ നൽകുന്ന, എൻകറേജ്മെൻറ്റ് ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്നവരാകട്ടെ, ഏത് രീതിയിലുള്ളവരായാലും നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമ്മുടെ ഇത്തരത്തിലുള്ള ശുശ്രൂഷകൾ നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ നമ്മുടെ സഭയും ബലപ്പെടും. നമ്മൾ നിൽക്കുന്ന ഒരുപക്ഷെ നിങ്ങളൊരു ശുശ്രൂഷകനാകാം, നിങ്ങളുടെ സഭയിലൊരു മെമ്പറാകാം, സഭയിലൊരു സെക്രട്ടറി ആകാം, എന്തു തന്നെ ആകട്ടെ, സഭയിലെ ശുശ്രൂഷയും ശക്തമാകും എന്നുള്ളതാണ്. നമ്മൾ നിറഞ്ഞാൽ മാത്രമേ നമ്മുടെ സഭയിൽ നിറയത്തുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്, എന്നോട് പങ്കുചേരുക. ഒത്തിരി പ്രതിബന്ധങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷകൾ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ജീവിക്കണം, ദൈവനാമത്തോടെ ജീവിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കണം എന്നൊരാഗ്രഹം മാത്രമാണ്. ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രതികൂലങ്ങളായിരിക്കാം, പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്, ദൈവത്തിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ശ്രമിക്കുക, എന്നോട് പങ്കുചേരുക, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ അടുത്തൊരു ശുശ്രൂഷ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ വീട്ടിലായിരിക്കാം നടക്കുന്നത്, ഒരുപക്ഷെ നിങ്ങളുടെ സഭയിലായിരിക്കും നടക്കുന്നത്. ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ അടുത്ത ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു മിഷൻ യാത്രയാണ്, സേലമാണ്. ഉടൻ തന്നെ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം, നമ്മുടെ അടുത്തൊരു സംഗീത സെക്ഷൻ മൂന്നാർ കേന്ദ്രമാക്കി വയ്ക്കുന്നുണ്ട്. താല്പര്യമുള്ളവരെ ഒന്നിച്ചു കൂട്ടി പോകുന്ന ഒരു ശുശ്രൂഷയാണ്. മിനിമം 17 പേർക്ക് പോകാം, കൂടുതൽ പേരുണ്ടെങ്കിൽ അങ്ങനെ ഒരു 2 ദിനത്തെ ഒരു പ്രോഗ്രാം, ഒരു സെമിനാർ, സംഗീത ആരാധനയൊക്കെ ക്രമീകരിക്കുന്നു. ഒരു ദിവസം ലൊക്കേഷനൊക്കെ ചുറ്റി കാണുന്ന ഒരു ക്രമീകരണം. താല്പര്യമുള്ള എല്ലാവരും എന്നോട് പങ്കുചേരുക. അതോടൊപ്പം ഈ ഒരു വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ തരുന്നുണ്ട്. ഈ വാട്സപ്പിൽ താല്പര്യമുള്ള എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. നമുക്ക് ഒരുമിച്ച് ഒരു കുടുംബമായി, ഹോളി ഹാർവസ്റ്റ് ഫാമിലിയായിട്ട് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ FLBFM റേഡിയോ സ്റ്റേഷനും, അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബിൽ ഹോളി ഹാർവസ്റ്റ് TV എന്നൊരു ചാനലുണ്ട് കേട്ടോ.
നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പ്രോഗ്രാംസ് ഒന്നും തന്നെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ. ഞാനങ്ങനെ പ്രോഗ്രാമൊന്നും ചെയ്തിട്ടില്ല. ഒരു 6 വർഷമായിട്ട് ഞാനിങ്ങനെ ഈ ബോർഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറായ ശേഷം കൂടുതൽ ചാനൽ പ്രവർത്തനങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ചാനലെല്ലാം സത്യത്തിൽ ഡെഡാണ്. മാത്രമല്ല നമ്മുടെ ഒരു FLBFM റേഡിയോ സ്റ്റേഷൻ ചെയ്ത ഒരു പ്രോഗ്രാമുണ്ട്, ഒരു ക്വിസ് കോമ്പറ്റീഷൻ. അത് 12 എപ്പിസോഡ് 12 ആഴ്ചയായിട്ട് നടത്തുന്ന ഒരു വലിയ എപ്പിസോഡായിരുന്നു. പക്ഷേ അത് ഷൂട്ട് ചെയ്തു, എല്ലാം കഴിഞ്ഞു. പക്ഷേ എനിക്കത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത രീതിയിലുള്ളൊരു ആശയക്കുഴപ്പങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരു സമയത്ത് വന്നായിരുന്നു. പിന്നീട് കണ്ണിനും ബുദ്ധിമുട്ട് പറ്റി കൂടുതൽ സമയം കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ കടന്നു വന്നു. അതിനുശേഷം അത് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അതിനുശേഷം ഇന്ന് വരെ നല്ല രീതിയിലുള്ള പ്രോഗ്രാമൊന്നും എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, ആ പ്രോഗ്രാം എന്തായാലും അത് പുറത്ത് വിടണം. അത് ഇപ്പോൾ ഏകദേശം 5-6 2020 തോന്നുന്നു ഷൂട്ട് ചെയ്തത്. ഇത്രയും വർഷമായി. പക്ഷേ അതങ്ങനെ ഇപ്പോൾ സ്റ്റോക്കായിട്ടിരിക്കുകയാണ്. ആയിട്ട് കമ്പ്യൂട്ടർ കംപ്ലയിൻ്റ് ആകുന്നു, ഒരുപാട് സ്ട്രഗിൾസാണ്. പക്ഷേ ആ 12 പേര് മാത്രമല്ല എൻ്റെ പിന്നിൽ വർക്ക് ചെയ്തത്, ഒത്തിരി പേര് കഠിനാധ്വാനം ചെയ്താണ് ആ പ്രോഗ്രാം ഷൂട്ട് ചെയ്തത്. അത് ഓൺലൈൻ ഷൂട്ടാണ്, അത്ര വലിയ വൃത്തിയൊന്നുമില്ല. ഓൺലൈനിലാണ് നമ്മൾ ചെയ്തത്, ഗൂഗിളിൽ സൂമിലാണ് ചെയ്തത്. പക്ഷേ എങ്കിൽ പോലും അത് നല്ലൊരു ഇനിഷ്യേറ്റീവായിരുന്നു. ആ പ്രോഗ്രാമിന് പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ നമുക്കതെന്തായാലും ഉടനെ തന്നെ ഞാനത് ഔട്ട് ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റീൽസായിട്ടെങ്കിലും ഞാൻ ഇറക്കി അതിനെ ഔട്ട് ഇറക്കും. അത് കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്ക് മാറി മാത്രമേ എനിക്ക് കൂടുതൽ ചാനൽ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പോൾ മഹായിടവയുടെ ചാനൽ കൂടുതലവിടെ എല്ലാവരുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരുന്നില്ല. എങ്കിൽ പോലും കൂടുതൽ ആശയപരമായിട്ട് എനിക്ക് നമ്മുടെ ചാനൽ വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള ഒരുപാട് സ്ട്രഗിൾസ് ഞാൻ നേരിടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് ദൈവത്തിൻ്റെ ഹിതം നടക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ അനുസരിച്ച് മുന്നോട്ട് പോകാം. എന്തായാലും ചെറിയ രീതിയിൽ നമ്മുടെ ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മരണപ്പെട്ടു പോയാലും നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ കിടക്കും, മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്പെടുമെന്നുള്ളതാണ് എൻ്റെ ചിന്ത. അതുകൊണ്ട് നമുക്ക് ശ്രമിക്കാം. എല്ലാവരും എന്നോട് പങ്കുചേരുക. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സഭയുടെ ശുശ്രൂഷകൾ സജീവമാകുക, നന്നായിട്ട് പ്രവർത്തിക്കുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക കേട്ടോ. വീണു പോകാതെ ശുശ്രൂഷകൾ സജീവമാകുന്നതിന് വേണ്ടി. സ്ട്രഗിൾസ് ഒരുപാടുണ്ട്, അത് ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഫേസ് ചെയ്ത് മുമ്പോട്ട് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ആവശ്യമാണ്. കാണാം. ഓക്കെ. അപ്പോൾ ഹോളി ഹാർവസ്റ്റിൻ്റെ അടുത്തൊരു പ്രോഗ്രാം നിങ്ങളിലാണോ? അത് നിങ്ങളുടെ സഭയിലാണോ? നമ്മുടെ അടുത്ത പ്രോഗ്രാം മൂന്നാറാണ്. മൂന്നാറിന് വേണ്ടി തയ്യാറെടുപ്പുകളും ബാക്ക്ഗ്രൗണ്ട് പഠനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. നമുക്ക് നന്നായിട്ട് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഈ ശുശ്രൂഷ ചെയ്യണം. പിന്നെ ഈ ബൊഫെ അറേഞ്ച് ചെയ്തതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബൊഫെ ഞാൻ കരുതിയത് ഇങ്ങനെയാണ്, ബൊഫെ കൂടി അറേഞ്ച് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും വരാനുള്ളൊരു പ്രേരണ കൂടി കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അത് ഇനി അടുത്ത പ്രോഗ്രാമിൽ അത് ഉൾപ്പെടുത്തണമോ വേണ്ടയോ എന്ന് നിങ്ങളത് പറയണം കേട്ടോ. അതനുസരിച്ച് വേണം ബാക്കി തീരുമാനം എടുക്കുന്നതിന് വേണ്ടി. അതോ സാധാരണയായ ഒരു ഭക്ഷണം, ഒരു മീഡിയം ഭക്ഷണം ക്രമീകരിച്ചാൽ മതിയോ? സൗണ്ട് സിസ്റ്റം കഴിഞ്ഞ പ്രാവശ്യം വന്നവരൊക്കെ ഭംഗിയായിരുന്നു. അപ്പോൾ അതിനപ്പുറം ഒന്നും പറയാനില്ല, കുറഞ്ഞും ചിന്തിക്കാനായിട്ട് കഴിയുന്നില്ല. എല്ലാവരുടെ സഹകരണത്തോടുകൂടിയാണെങ്കിൽ നമുക്ക് തിരിച്ച് മുമ്പോട്ട് പോകാം. താല്പര്യമുള്ളവരെ കൂടി ഈ ഗ്രൂപ്പിനോട്ട് ഉൾപ്പെടുത്തുക. ഇതിൻ്റെ താഴെ കാണുന്ന ലിങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് അവരെ കൂടി ഉൾപ്പെടുത്തുക. നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷകൾ ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഹോളി ഹാർവസ്റ്റ് കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രാർത്ഥന വിഷയമുണ്ട്. നമ്മുടെ അനുഗ്രഹമോൾ ഇപ്പോഴും കണ്ണ് തുറന്നിട്ടില്ല. അവരുടെ ആരോഗ്യത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ സാധുക്കളായ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്കൊരു പരിശ്രമം നടത്താം. ഞാൻ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്, മെഡി പ്ലസ്. നിങ്ങളുടെ ഏരിയയിൽ ആർക്കെങ്കിലും മരുന്ന് വാങ്ങാനായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് മാസത്തിൽ ഒരു തവണയ്ക്കുള്ള ഒരു മരുന്ന്, ഒരു നേരത്തേക്കുള്ള മരുന്ന് വാങ്ങാനുള്ള ഒരു കാശ് ഞാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ വരുമാനമൊക്കെ വളരെ തുച്ഛമായ വരുമാനമാണ്. അതിൽ നിന്നാണ് ഈ പ്രോജക്റ്റുകളും ശുശ്രൂഷകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു അംശം ഞാനിങ്ങനെ എല്ലാ മാസവും ഓരോ പള്ളികളും ഓരോരുത്തർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പള്ളിയിൽ ആരെങ്കിലും മരുന്ന് വാങ്ങുന്നവരുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഞാൻ അവർക്കുള്ള ആ തുക നിങ്ങളെ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ ഞാൻ വന്നു കൊണ്ട് കൊടുക്കാം. ഒരു നേരത്തെ വളരെ ലഘുവായ തുക എന്നെ കൂടാതെ പറ്റുന്നുള്ളൂ. പക്ഷേ എങ്കിലും ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അറിയിക്കുക. വേറൊന്നുമില്ലല്ലോ. വീണ്ടും കാണാം. താങ്ക് യു.